പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ആശ്വാസവുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ദീർഘകാലമായി ഉപയോഗിക്കാതിരുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാക്കുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി. മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം പ്രവർത്തനരഹിതമാക്കുന്നത് തടയുന്നത് സംബന്ധിച്ച നിയന്ത്രണം ട്രായ് മുന്നോട്ട് വച്ചിട്ട് 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയ 20 രൂപ നിലനിർത്തി സിം ഉപയോക്താക്കൾക്ക് സിം സജീവമായി നിലനിർത്താൻ സാധിക്കും. നേരത്തെ സിം സജീവമായി നിലനിർത്തുന്നതിനായി ഒരു നിശ്ചിത തുകയ്ക്ക് ഏകദേശം 199 രൂപ ഉപയോക്താക്കൾ സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമം അത്തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. എന്താണ് ട്രായുടെ 20 രൂപ നിയമം? നിങ്ങൾ സിം കാർഡ് 90 ദിവസത്തേക്ക് കോൾ, മെസ്സേജ്, ഡാറ്റ, മറ്റു ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിം പ്രവർത്തനരഹിതമാകും. എന്നിരുന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ 20 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷം ഈ 20 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് സ്വയമേവ കുറയ്ക്കുകയും സിം അടുത്ത 30 ദിവസത്തേക്ക് കൂടി പ്രവർത്തനക്ഷമമാകുകയും ചെയ്യും. നിങ്ങളുടെ ഫോണിൽ 20 രൂപയുടെ ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നു പോകും. നിങ്ങളുടെ ബാലൻസ് 20-ൽ കുറയുന്നതോടെ സിം സ്വാഭാവികമായി പ്രവർത്തനരഹിതമാകും. അഥവാ പ്രവർത്തനരഹിതമാവുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ 20 രൂപ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും സിം പ്രവർത്തനക്ഷമമാക്കുന്നതിന് സാധിക്കും. പ്രവാസികൾക്കും 2 മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയന്ത്രണം വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ബാധകമാവുക.